ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ജൂലൈ 21 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത്രയും നാളും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കൊരു ബർത്ത്ഡേ. അപ്പോൾ എനിക്കിങ്ങനെ പോളണ്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് പോകാൻ ഓർത്ത് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് സാൽസ്ബുർഗിലാണ്. ഞാൻ വന്നത് ക്രാക്കോ ടു വിയന്ന ടു സാൽസ്ബുർഗ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ലഞ്ച് എന്ന് പറയുന്നത് ബ്രഞ്ച്. കാര്യം ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട്. ബർത്ത്ഡേ ഇട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇവിടെ നിന്ന് കഴിക്കാം എന്നോർത്താണ് കയറിയത്. അപ്പോൾ ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ആൻഡ് ഇനി സാൽസ്ബുർഗിൽ നിന്ന് ഹോൾസ്റ്റോട്ടിലേക്ക്. ഇവിടെ സാൽസ്ബുർഗ് ചെറുതായിട്ട് കറങ്ങണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. ആൻഡ് വെരി എക്സൈറ്റഡ്. ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു. അടിപൊളി വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇത്രയും ദൂരം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യണം. അന്ന് ഒറ്റയ്ക്ക് പോയെങ്കിൽ അതൊക്കെ ജസ്റ്റ് 2 hours ട്രാവൽ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഒരു 12 hours ട്രാവൽ കഴിഞ്ഞു. ഇനിയും ഉണ്ട് ഒരു 2-3 hours. അപ്പോൾ ഇത്രയും ലോങ് ട്രാവൽ ആദ്യമായിട്ടാണ്, പക്ഷേ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ കാണാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ സാൽസ്ബുർഗ് കത്തീഡ്രലാണ് ആദ്യം കാണാൻ പോകുന്നത്. 25 ബസ് എടുത്തിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് സാൽസ്ബുർഗ് കത്തീഡ്രൽ. ഇവിടെ നിന്നൊരു 10 minutes എന്തോ ഉള്ളൂ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ.
സാൽസ്ബുർഗിൽ ഇത് 150 ബസ് കയറി ഇവിടെ ബാഡ് ഇഷൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് 10 മിനിറ്റിലാണ് അടുത്ത ട്രെയിൻ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി വെറും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തും. പക്ഷേ ഇന്ന് മെയിൻ സിറ്റിയിലേക്ക് പോകുന്നില്ല, പകരം അവിടെ റൂം എടുത്തിട്ട് അവിടെ നിൽക്കുവാണ്. എന്നിട്ട് നാളെയാണ് പോകുന്നത്. അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ സ്പോട്ടിലെത്തി. റൂമിലേക്ക് നടക്കുവാണ്. ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഈ വെയിലടിച്ചിട്ട് എനിക്കൊന്ന് വീഡിയോയിലിട്ട് ഭംഗി കാണുന്നില്ല. ഫുൾ മലയുടെ നടുക്കാ നിൽക്കണേ. ഞാൻ ഹോട്ടലിൽ പോയി ഇനി ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇവിടെയാണ് ഞാൻ താമസിക്കണേ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കിറങ്ങിയത്. വൈകുന്നേരം ഞാൻ എന്തായാലും ഹോൾ സ്റ്റോട്ടിലേക്ക് പോകുന്നില്ലല്ലോ. പക്ഷേ ഇതും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടെ പിന്നെ മൊത്തം മലകളും പുഴകളും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. അവിടെ കുറേ പേരൊക്കെ കുളിക്കുന്നുണ്ട്. കുറേ പേരല്ല, എല്ലാവരും. ഞാൻ മാത്രമാണ് കുളിക്കാത്തത്. ഹലോ, വെൽക്കം ടു ഡേ 2. അപ്പോൾ ഇന്ന് ഞാൻ ഹോൾ സ്റ്റോട്ടിൽ പോകുന്നത്. ഇന്നലെ ജസ്റ്റ് ഇവിടേക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പം മണി 8 മണിയാണ്. 8:10 ഇവിടെ ഒരു ബസ്സുണ്ട്. അപ്പോൾ അവിടെ നേരെ ഹോൾ സ്റ്റാർട്ട്. അറ്റ് ലാസ്റ്റ് ഞാൻ ഹോൾ സ്റ്റാർട്ടിലാണ്. ഇവിടെ എത്തിയുള്ളൂ. രാവിലെ ഇപ്പോൾ 8:45 ആയിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ഭയങ്കര ഭംഗിയുണ്ടാണ്. പക്ഷേ ക്ലൈമറ്റ് അത്ര നല്ലതല്ല, ഭയങ്കര ക്ലൗഡിയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. മഴ പെയ്തിട്ടില്ല ഇതുവരെ. ആക്ച്വലി രാവിലെ തൊട്ട് ഹെവി റെയിനാണ് കാണിച്ചു വെച്ചത്. ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ നമുക്ക് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നിന്നിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
ഇതാണ് ഹോൾസ്റ്റോണിൻ്റെ മെയിൻ വ്യൂ. റിവർ, എ ലിറ്റിൽ ടൗൺ, പിന്നെ മൗണ്ടെയിൻസ് എല്ലാം കൂടി. ഇതാണ് കാർണൽ ഹൗസ്. ഇവിടെയാണ് സ്കൾസ് സൂക്ഷിച്ചേക്കുന്നത് മരിച്ചവരുടെ. പക്ഷെ അത് മിസ്സായി. അത് 10:30 ഓപ്പൺ ആവുള്ളൂ. ഞാൻ ഏർലി മോർണിംഗ് ചെന്നതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. പക്ഷെ വ്യൂ അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ചോക്ലേറ്റ് കേക്കും ഒരു കോഫിയും. വേറെ നല്ല കട ഒന്നാമത് എനിക്ക് വെറുതെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പിടിക്കത്തില്ല. ഈ ബ്രെഡ്, മുട്ട, സോസേജ് അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് തൽക്കാലം ഒരു കേക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇതാണ് ഹോൾസ്റ്റോട്ടിലുള്ള വാട്ടർഫോൾസ്. അതിന് വലിയ വാട്ടർഫോൾസ് തന്നെ, ചെറുതാ. ഞാൻ വാട്ടർഫോൾസ് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. ബട്ട് ചെറിയൊരു വാട്ടർഫോൾ. നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് ഞാനൊരു ട്രിപ്പ്, അതായത് ഈ ബോട്ട് ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കണം ചെറുതായിട്ട്. അത് ജസ്റ്റ് ഈ ലേക്കിൽ കൂടെയൊക്കെ, ബിക്കോസ് ഞാൻ ഓൾറെഡി മറ്റേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഷിപ്പ് എടുത്തില്ല. അപ്പോൾ എനിക്കൊരു ഷിപ്പിൽ ഒരു ചെറിയൊരു റൈഡ് പോയാലും താല്പര്യമുണ്ട്. 15 യൂറോയാണ് ഇത് ഫുള്ള് ഇവർ കവർ ചെയ്യും. ആൻഡ് ഇവിടെയാണ് ഞാൻ താമസിച്ചത് ആക്ച്വലി. ഇവിടെ എൻ്റെ ലഗേജ് ഉണ്ട്. ഞാനപ്പോൾ ഇവിടെ ഇറങ്ങണമെന്ന് ഓർക്കണം, പക്ഷേ നടക്കില്ല. കാര്യം ഇത് ഫസ്റ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് ലഗേജ് എടുത്ത് നേരെ വീട്ടിൽ പോകായിരുന്നു. ബട്ട് ഐ ഹാവ് ടൈം. 11 മണിയായിട്ടുള്ളൂ. കുറേ സമയമുണ്ട് ഇനിയും സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ 50 മിനിറ്റ്സ് ബോട്ട് റൈഡിന് പോവാണ്. ഉള്ളിൽ തന്നെ ചെറിയൊരു കഫേ ഉണ്ട്, ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ കാണുന്ന യെല്ലോ ക്രീം ബിൽഡിംഗ് ഉണ്ടോ, അവിടെയാണ് ഞാൻ താമസിച്ചത്. ഐ ജസ്റ്റ് തോട്ട് ഒരു സുവീനിയർ വാങ്ങിക്കാമെന്ന് ഹോൾസ്റ്റോട്ട് വരെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി. ഇതാ ഞാൻ വാങ്ങിച്ചത്. ഹായ്, എൻ്റെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ വന്ന് ലഗേജ് എടുത്തു ഹോട്ടലിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാം.
എന്നിട്ട് തിരിച്ചു പോവാണ്. ഞാൻ 2 സ്ഥലങ്ങളും മെയിനായിട്ട് മിസ് ചെയ്തു. വൺ ഇസ് സോൾട്ട് മൈൻ, ദ അതർ ഇസ് വ്യൂ പോയിൻറ്റ്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ ടൈം ലേറ്റ് ആവും അവിടെ കയറിക്കാൻ. അവിടെ ഓൾമോസ്റ്റ് 2 hours 3 hours അവിടെ സ്പെൻഡ് ചെയ്യണം. ആൻഡ് ദ അതർ റീസൺ ഇസ് അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഈ ട്രാവൽ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിനി കുറച്ചും കൂടി കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ടൈം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഇനി ഐ എം ഗോയിങ് ബാക്ക്. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ യൂറോപ്പിലുണ്ട്, ഏതെങ്കിലും ഷെങ്കൻ കൺട്രീസിലുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ്. എനിക്കറിയത്തില്ല, ഞാനൊരു ഡ്രീം പ്ലേസിലായിരുന്നു. പിന്നെ ഒരു 1 റെക്കമെൻഡേഷൻ, ഇവിടെ ഭയങ്കര ജനമാണ്. ഇന്ന് വീക്ക് ഡേ ആണ്, മൺഡേ ആണ്, എന്നിട്ടും കൂടി ഭയങ്കര തിരക്കായിരുന്നു. മാക്സിമം വീക്ക് ഡേയ്സിൽ വരിക ആൻഡ് ഏർലി മോർണിംഗിന് വരാൻ ശ്രമിക്കുക. ലൈക്ക് ഒരു 7:30 8 വന്നില്ലെങ്കിൽ ഒരു 10 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനപ്രളയമാണ്. ജനപ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്ര തിരക്കാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോസൊന്നും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ രാവിലെ 8 മണിക്ക് പോയതുകൊണ്ടാണ് എനിക്ക് കുറേ ഫോട്ടോസ്, അപ്പോഴും ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഒരു ഒറ്റയ്ക്ക് നിന്നുള്ളൊരു വൈബ്, ആ ഫോട്ടോൻ്റെ ഭംഗിയൊക്കെ കിട്ടും. മറ്റേത് തിരക്ക് നിന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം ഫോട്ടോ എടുക്കാൻ. പിന്നെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറേ സ്ഥലത്ത് ട്രൈപോഡ് വെച്ചിട്ട് അവിടെ പോയി നിന്ന് 10 seconds ഇട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. അല്ല ഇപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ലായിരുന്നു, കാരണം അത്ര ജനമാണ്. ട്രൈപോഡ് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ ട്രൈപോഡ് ഉണ്ടാവത്തില്ല, അത്ര ജനമാണ്. അപ്പോൾ മാക്സിമം രാവിലെ എത്താൻ വരുന്നവർ, ആൻഡ് നിങ്ങൾ ഓസ്ട്രിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെങ്കൻ കൺട്രി ഉള്ളതാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എൻ്റെ ഡ്രീം പ്ലേസിലാണ് ഞാൻ ഇന്ന് വന്നത്. ഐ ആം സോ ഹാപ്പി. എൻ്റെ അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.